ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയ കഥയാണ്. ഒന്ന് ലൈക്ക് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും ചെയ്തോളൂ. നേരെ കഥയിലേക്ക് കടക്കാം. കഥയുടെ തുടക്കത്തിൽ തന്നെ. എൻ്റെ പേര് രമേശൻ. ഞാൻ ലോറി ഓടിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 8 വർഷങ്ങൾ കഴിഞ്ഞു. ഈ സംഭവം നടക്കുന്നത് 4 വർഷങ്ങൾക്ക് മുമ്പാണ്. അതും ഒരു ലോങ് ട്രിപ്പ് പോകുന്ന സമയത്ത്. എൻ്റെ കൂടെ അന്ന് ഒരു ഹെൽപ്പർ ഉണ്ടായിരുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, അന്ന് അവന് തീരെ സുഖമില്ലായിരുന്നു. ഇത്രയും വലിയ ലോങ് ട്രിപ്പെല്ലാം പോകുമ്പോൾ ഒരു ഹെൽപ്പർ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ അത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ചെയ്യും. എന്ത് ചെയ്യാനാ, അന്നത്തെ ആ യാത്ര എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനായിരിക്കും എൻ്റെ തലവിധി. അങ്ങനെ ആ ട്രിപ്പ് ഒറ്റയ്ക്ക് യാത്ര ആരംഭിച്ചു. ഒരുപാട് യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ വിശക്കാൻ തുടങ്ങി. പക്ഷേ ആ പരിസരത്തപ്പോൾ ഒരു ഹോട്ടലൊന്നും ഞാൻ കണ്ടില്ല. പിന്നെയും കുറച്ചു നേരം കൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു ഹോട്ടൽ കണ്ടു. അവിടെ ഇറങ്ങി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം അവിടെ വിശ്രമിച്ചു. ഇനി രാത്രിയാകാൻ അധികം സമയമൊന്നുമില്ല. വീണ്ടും ലോറിയിൽ കയറി യാത്ര ആരംഭിച്ചു. ലോറിയിൽ ഒരു പാട്ടെല്ലാം വെച്ച് ആ പാട്ട് കേട്ട് ആസ്വദിച്ച് തന്നെയാണ് ലോറി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചു കഴിഞ്ഞതും പുറത്ത് ഇരുട്ട് മൂടി തുടങ്ങി. ലോറിയിലെ ഹെഡ്ലൈറ്റ് ഓണാക്കി. കുറച്ചു ദൂരം അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ റോഡ് സൈഡിൽ ഒരു പ്രകാശം ഞാൻ കണ്ടു. അടുത്തേക്ക് എത്തുന്തോറും എനിക്ക് മനസ്സിലായി അതൊരു ചെറിയ ചായക്കടയാണെന്ന്. ഉടനെ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഒരു ചായ കുടിച്ചിട്ട് പോകാം. എന്തായാലും ഇനിയും ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട്. അത് വിചാരിച്ചുകൊണ്ട് ഞാൻ ആ ചായക്കടയുടെ അടുത്തേക്ക് എൻ്റെ ലോറി നിർത്തി. ആ ചെറിയ ചായക്കടയിലേക്ക് കയറി ഞാൻ ചായ കുടിച്ചു. ഞാനല്ലാതെ ആ സമയത്ത് വേറെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ അതൊന്നും കാര്യമാക്കാതെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ചായക്കടക്കാരൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഞാൻ അയാളോട് ഞാൻ പോകേണ്ട സ്ഥലം പറഞ്ഞു. അത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, അതിന് ഇനി ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ടല്ലോ, വേണമെങ്കിൽ ഞാനൊരു എളുപ്പവഴി പറഞ്ഞു തരാം. അത് കേട്ടപ്പോൾ തന്നെ ഞാൻ അയാളോട് ചോദിച്ചു, അതേതാണ് ആ വഴി? ആ ചായക്കടക്കാരൻ എന്നോട് പറഞ്ഞു, ഒരു വഴിയുണ്ട്, പക്ഷേ ഒരു മനുഷ്യനെ പോലും അവിടെ കാണാൻ കഴിയില്ല. വിജനമായ റോഡാണ്, പക്ഷേ നിങ്ങൾക്ക് എത്തേണ്ട സ്ഥലത്ത് പെട്ടെന്ന് എത്തുകയും ചെയ്യും. അത് കേട്ടപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, അത് റിസ്ക്കാണ്. ഒന്നാമത് എൻ്റെ ലോറിയിൽ ലോഡ് കൂടുതലാണ്. ആ വഴി പോയി ഇനി എന്തെങ്കിലും പറ്റിയാൽ എന്നെ കൊണ്ടാവില്ല. അത് കേട്ട ആ ചായക്കടക്കാരൻ പറഞ്ഞു, അത് നല്ല വഴിയാണ്, ഒരു കുഴപ്പവും സംഭവിക്കില്ല. ഇടയ്ക്കൊരു ടാറില്ലാത്ത കുറച്ച് ഭാഗം വരും. അത് മാത്രമേ മോശം റോഡെന്ന് പറയാൻ പറ്റുകയുള്ളൂ. എന്നാലും അതും നല്ല റോഡ് തന്നെയാണ്. ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ആ വഴിയെക്കുറിച്ച് പറഞ്ഞത്. നിങ്ങൾക്ക് വേഗം എത്താലോ എന്ന് കരുതി. ഇനി നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ പോകാൻ തീരുമാനിച്ച വഴിയിലൂടെ തന്നെ പോകാം. ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ചായ കുടിച്ച ശേഷം പൈസയും കൊടുത്ത് ഞാൻ ലോറിയിൽ കയറിയിരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യണം? ലോഡാണെങ്കിൽ കറക്റ്റ് സമയത്ത് എത്തിക്കണം. ഷോർട്ട് കട്ട് വഴി യാത്ര ചെയ്യണോ? കുറച്ചു നേരം ചിന്തിച്ച ശേഷം ഞാൻ ആ ചായക്കടക്കാരനെ ലോറിയുടെ അടുത്തേക്ക് വിളിച്ചു. ആ ചായക്കടക്കാരൻ എൻ്റെ ലോറിയുടെ ഡോറിൻ്റെ ഭാഗത്ത് വന്നു. അയാൾ അടുത്ത് വന്നതും ഞാൻ അയാളോട് ചോദിച്ചു, അല്ല, നിങ്ങൾ പറഞ്ഞ ഷോർട്ട് കട്ട് വഴി ഏതാണ്? അപ്പോൾ അയാൾ പറഞ്ഞു, ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ മുന്നിൽ ഹൈവേയോട് ചേർന്ന് ഒരു സിംഗിൾ റോഡ് കാണാം. നിങ്ങൾ ആ വഴിയെ സഞ്ചരിക്കണം. അതാണ് ഷോർട്ട് കട്ട് വഴി. നിങ്ങൾക്ക് എളുപ്പം എത്തുകയും ചെയ്യാം. പിന്നെ ഞാൻ അയാളോട് നന്ദിയും പറഞ്ഞ് അവിടുന്ന് ലോറി സ്റ്റാർട്ടാക്കി യാത്ര ആരംഭിച്ചു. കുറച്ചു ദൂരം അങ്ങനെ മുന്നോട്ട് പോയതും ഹൈവേയോട് ചേർന്ന് തന്നെ ഒരു സിംഗിൾ റോഡ് ഞാൻ കണ്ടു. അവിടെ ഞാൻ വണ്ടി നിർത്തിയൊന്ന് ആലോചിച്ചു, പോകണോ വേണ്ടയോ എന്ന്. പിന്നെ രണ്ടും കൽപ്പിച്ച് ആ ഷോർട്ട് കട്ട് വഴിയിലേക്ക് ലോറി തിരിച്ചപ്പോൾ തന്നെ ഞാൻ അവിടെ ഒരു ബോർഡ് കണ്ടു. ആ ബോർഡിൽ എന്തോ എഴുതിയിട്ടുണ്ട്, പക്ഷെ മനസ്സിലാകുന്നില്ല. ഒരുപാട് പഴയതായതുകൊണ്ട് എഴുത്തെല്ലാം മാഞ്ഞു പോയിരിക്കുന്നു. പിന്നെ അതൊന്നും കാര്യമാക്കാതെ ഞാൻ ആ ഷോർട്ട് കട്ട് വഴി തന്നെ മുന്നോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയാണെങ്കിൽ വളരെ വിജനമായ വഴിയാണ്. 2 സൈഡിലും കാട്. അതുമാത്രമല്ല ചെറിയ വഴിയും. മുന്നോട്ട് പോകുന്തോറും വഴിയെല്ലാം ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറാൻ തുടങ്ങി. കാരണം അവിടെ ഒരു വല്ലാത്ത നിശബ്ദത. എൻ്റെ ഈ ലോറിയുടെ ശബ്ദമല്ലാതെ വേറൊരു ശബ്ദവും അവിടുന്ന് കേൾക്കാനില്ല. അവിടുത്തെ ഇരുട്ടാണെങ്കിലോ കട്ട പിടിച്ച ഇരുട്ട്. എൻ്റെ ലോറിയുടെ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശമല്ലാതെ വേറെ ഒരു തരിവട്ടം പോലും അവിടെ ഉണ്ടായിരുന്നില്ല. എൻ്റെ മനസ്സിൽ ആ സമയത്ത് അറിയാതെ പോലും തോന്നിപ്പോയി, ഈ വഴി വന്നത് അബദ്ധമായോ എന്ന്. അങ്ങനെ വീണ്ടും ഒരുപാട് നേരം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ആ ചായക്കടക്കാരനോട് ദേഷ്യം തോന്നി. കാരണം ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടും ഈ ഷോർട്ട് കട്ട് വഴി അവസാനിക്കുന്നില്ല. ഞാൻ എന്തിനാണ് അയാളുടെ വാക്ക് കേൾക്കാൻ നിന്നത്? വഴിയുടെ സൈഡിലാണെങ്കിൽ ഒരു ഗ്രാമമോ പോട്ടെ ഒരു മനുഷ്യനെ പോലും കാണാൻ കഴിയാത്ത അവസ്ഥ. ആ വഴിയുടെ 2 ഭാഗത്തും കാട്. അങ്ങനെ വീണ്ടും ഒരുപാട് നേരം മുന്നോട്ട് പോയിട്ടും ആ വഴി അവസാനിക്കുന്നില്ല. എന്തോ ഭയം എൻ്റെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങി. ആരോ എവിടെ നിന്നോ എന്നെ ഒളിച്ചു നിന്ന് നോക്കുന്ന പോലെ. എൻ്റെ കൈയാണെങ്കിൽ സ്റ്റീറിങ്ങിൽ പിടിച്ചത് വിയർക്കാൻ തുടങ്ങി. ഹൃദയമിടിപ്പും കൂടിയിരുന്നു. എങ്ങനെയെങ്കിലും ഈ വഴി അവസാനിക്കാൻ ഞാൻ ലോറിയുടെ സ്പീഡ് അല്പം കൂടി കൂട്ടി.
അങ്ങനെ വീണ്ടും മുന്നോട്ട് പോയപ്പോൾ എൻ്റെ ശ്രദ്ധ റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഒരു വൃദ്ധനായ മനുഷ്യനിലേക്ക് ചെന്നു. അയാൾ ലോറിക്ക് നേരെ ലിഫ്റ്റ് കാണിക്കുന്നു. ഏകദേശം ഒരു 70-75 വയസ്സ് പ്രായം തോന്നിക്കും അയാൾക്ക്. ഞാൻ അയാളെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇയാളെ സഹായിക്കണോ? ചിലപ്പോൾ പാവം ഇവിടെ അടുത്ത് വല്ല ഗ്രാമവും ഉണ്ടാവും, അവിടുത്തെ ആളായിരിക്കും. ഞാൻ എന്തായാലും ലോറി അയാളുടെ അടുത്ത് കൊണ്ടുപോയി നിർത്തിയ ഉടനെ ഞാൻ അയാളോട് ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, എൻ്റെ മകൻ പട്ടണത്തിലാണ് ജോലി ചെയ്യുന്നത്. അവനെ കണ്ട് തിരിച്ചു വരാൻ നേരം വൈകി. ഈ വഴിയിലൂടെയാണെങ്കിൽ വൈകിട്ട് 5 മണിക്ക് ശേഷം ബസ് ഓടില്ല. പിന്നെ ഞാൻ ഒരുപാട് നടന്നു. ഇവിടെ നിന്ന് കുറച്ചുകൂടി മുന്നിലേക്ക് പോയാൽ എൻ്റെ ഗ്രാമമാണ്, അവിടെ വരെ ഒന്ന് എത്തിക്കാമോ? അത് കേട്ടപ്പോൾ എനിക്കും പാവം തോന്നി. ഞാൻ ആ വൃദ്ധനോട് പറഞ്ഞു, അതിനെന്താ, നിങ്ങൾ കയറിക്കോളൂ, ഞാൻ നിങ്ങളെ നിങ്ങളുടെ ഗ്രാമത്തിലിറക്കാം. പിന്നെ വൃദ്ധൻ എൻ്റെ ലോറിയിലേക്ക് കയറി എൻ്റെ അടുത്തുള്ള സീറ്റിൽ തന്നെ ഇരിപ്പുറപ്പിച്ചു. പിന്നെ ഞാൻ വീണ്ടും യാത്ര ആരംഭിച്ചു. ലോറിയിൽ കയറിയതും ആ വൃദ്ധൻ കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. പിന്നെ പെട്ടെന്ന് ചോദിച്ചു, മകനെ, നീ ഈ രാത്രി ഈ വഴിയിൽ എവിടെ പോകുന്നു? ഞാൻ ആ വൃദ്ധനോട് എനിക്ക് പോകേണ്ട സ്ഥലത്തെപ്പറ്റി പറഞ്ഞു. അപ്പോൾ ആ വൃദ്ധൻ ചോദിച്ചു, അതിന് നീ ഈ വഴി എന്തിനാ പോകുന്നത്? അത് കേട്ട് ഞാൻ വൃദ്ധനോട് പറഞ്ഞു, ഹൈവേയിൽ നിന്നും ഈ ഷോർട്ട് കട്ട് വഴിയിലേക്ക് കയറുന്നതിന് 3 കിലോമീറ്റർ മുന്നേ ഒരു ചായക്കടയുണ്ട്. ആ ചായക്കടക്കാരനാണ് ഈ വഴി പറഞ്ഞു തന്നത്. ഈ വഴി പോയാൽ പെട്ടെന്ന് എത്തുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ വൃദ്ധൻ കുറച്ചു നേരം ഒന്നും മിണ്ടാതെയിരുന്നു. എന്നിട്ട് മെല്ലെ പറഞ്ഞു, പരിചയമില്ലാത്ത ആളുകളുടെ വാക്കുകൾ കേൾക്കാൻ നിൽക്കരുത്. ആ വൃദ്ധൻ്റെ വാക്കുകൾ കേട്ട് ഞാൻ ചോദിച്ചു, എന്താ, അയാൾ എനിക്ക് തെറ്റായ വഴിയാണോ പറഞ്ഞു തന്നത്? അപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, ഇല്ല മോനെ, വഴി ശരിയാണ്, പക്ഷെ നീ സഞ്ചരിക്കുന്ന സമയം ശരിയല്ല. എനിക്ക് വൃദ്ധൻ്റെ വാക്കുകൾ വിചിത്രമായി തോന്നി. എന്നാലും ഞാനത് മൈൻഡ് ചെയ്യാതെ ആ വൃദ്ധനോട് പറഞ്ഞു, ഞാനിപ്പോൾ 2 മണിക്കൂറായി ഈ വഴിയെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ ഈ അടുത്തുള്ള ആളല്ലേ, നിങ്ങൾക്കറിയില്ലേ ഇനി എത്ര ദൂരം കൂടി ഞാൻ മെയിൻ ഹൈവേയിലേക്ക് എത്താൻ എടുക്കുമെന്ന്? അത് കേട്ടപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, ഇനി 1 മണിക്കൂർ കൂടി സഞ്ചരിച്ചാലാണ് ഈ വഴി അവസാനിക്കുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് പിന്നെയും എന്നോട് തന്നെ ദേഷ്യം തോന്നി. ആ ചായക്കടക്കാരൻ്റെ വാക്ക് എന്തിന് ഞാൻ കേട്ടുവെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ലോറിയുടെ സ്പീഡ് അല്പം കൂടി കൂട്ടി. എത്രയും പെട്ടെന്ന് ഈ വഴിയിൽ നിന്നും പുറത്തു കടക്കണമെന്ന് വിചാരിച്ച്. ഞാനും വൃദ്ധനുമാണെങ്കിൽ പലതും സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ ഈ പ്രായത്തിലും ഇത്രയും ദൂരം എങ്ങനെയാണ് നടക്കുന്നത്? ഞാൻ ആ ഹൈവേയിൽ നിന്നും ഈ ഷോർട്ട് കട്ട് വഴിയിലൂടെ സഞ്ചരിച്ച് നിങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്കെത്താൻ ഒരുപാട് സമയമെടുത്തു. അത് കേട്ടപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, ഞാനൊരു റിട്ടയർഡ് പട്ടാളക്കാരനാണ്, എത്ര കിലോമീറ്റർ വേണമെങ്കിലും നടക്കാനുള്ള ശീലം എനിക്കുണ്ട്. അത് കേട്ടപ്പോൾ ഞാൻ ആ വൃദ്ധനോട് പറഞ്ഞു, ഇത് എനിക്കൊരു അഭിമാന നിമിഷമാണ്, നിങ്ങളെപ്പോലെയുള്ളൊരു പട്ടാളക്കാരൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റിയത്. പിന്നെ വൃദ്ധൻ പട്ടാളത്തിൽ അയാൾ ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഡ്യൂട്ടിയിൽ സംഭവിച്ച പല കാര്യങ്ങളും. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ സ്ഥലമെത്തി, അതായത് ആ വൃദ്ധൻ്റെ ഗ്രാമം. ആ വൃദ്ധൻ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുമുണ്ട്. അത് കേട്ട് ഞാൻ ആ വൃദ്ധനോട് തിരിച്ചു പറഞ്ഞു, എനിക്കും ഒരുപാട് സന്തോഷമായി. അപ്പോൾ ആ വൃദ്ധൻ എന്നോടൊരു കാര്യം ചോദിച്ചു, മോനെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നീ അനുസരിക്കാമോ? അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ഉറപ്പായും, എന്താണ്? അപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, മോനെ, എൻ്റെ ഗ്രാമം ഇവിടുന്ന് തൊട്ടടുത്താണ്. ഇന്ന് രാത്രി എൻ്റെ കൂടെ താമസിച്ച് നാളെ രാവിലെ തന്നെ പോയിക്കോളൂ. അത് കേട്ട് ഞാൻ വൃദ്ധനോട് പറഞ്ഞു, എനിക്ക് പറ്റില്ല, കാരണം ഈ ലോഡ് എനിക്ക് രാവിലെ തന്നെ ഡെലിവറി ചെയ്യണം. അത് കേട്ടപ്പോൾ ആ വൃദ്ധൻ വീണ്ടും പറഞ്ഞു, മകനെ, ഞാൻ എല്ലാവരോടും എൻ്റെ വീട്ടിലേക്ക് വരാൻ പറയാറില്ല, നിങ്ങളൊരു നല്ല മനുഷ്യരായതുകൊണ്ടാണ് ക്ഷണിക്കുന്നത്. ഇന്ന് രാത്രി എൻ്റെ വീട്ടിൽ നിൽക്ക്, നാളെ രാവിലെ തന്നെ പോയിക്കോളൂ. പക്ഷേ എനിക്ക് വേറെ നിവൃത്തിയുണ്ടായിരുന്നില്ല. ഞാൻ ആ വൃദ്ധനോട് പറഞ്ഞു, എനിക്ക് എന്തായാലും ഈ ലോഡ് നാളെ രാവിലെ തന്നെ എത്തിച്ചേ പറ്റുകയുള്ളൂ. ഈ ലോഡ് എനിക്ക് എത്തിക്കാൻ പ്രശ്നമില്ലായിരുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഉറപ്പായും ഞാൻ താങ്കളുടെ വീട്ടിൽ തന്നെ നിന്നേനെ. പിന്നെ വൃദ്ധൻ പറഞ്ഞു, എന്നാൽ മോൻ പോയിക്കോളൂ, പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ നിന്ന് മെയിൻ ഹൈവേയിലേക്ക് എത്താൻ 1/2 മണിക്കൂർ കൂടിയുണ്ട്. 1/2 മണിക്കൂർ ഒരു കാരണവശാലും ചെറിയ സമയമാണെന്ന് വിചാരിക്കരുത്. എനിക്ക് വൃദ്ധൻ്റെ ആ വാക്കുകൾ കേട്ട് വിചിത്രമായി തോന്നി. ഞാൻ വൃദ്ധനോട് ചോദിച്ചു, അതെന്താ അങ്ങനെ പറയാൻ കാരണം? 1/2 മണിക്കൂർ ചെറിയ സമയമായി കാണരുതെന്ന്. അപ്പോൾ ആ വൃദ്ധൻ എന്നോട് പറഞ്ഞു, നീ ആ കാര്യത്തെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കേണ്ട, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. പോകുന്ന വഴിയിൽ എന്ത് സംഭവിച്ചാലും ആർക്കും ലിഫ്റ്റ് പോലും കൊടുക്കരുത്, ഒരു കാരണവശാലും വണ്ടി നിർത്തരുത്. അത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതമായി. ഞാൻ ആ വൃദ്ധനോട് ചോദിച്ചു, അവിടെ എന്താണുള്ളത്? നിങ്ങൾ എന്നോട് ഇതൊക്കെ പറയാൻ? പക്ഷേ ആ വൃദ്ധൻ എനിക്ക് ആകെ തന്ന മറുപടി, ഞാൻ പറഞ്ഞത് അനുസരിക്കുക. അത് പറഞ്ഞുകൊണ്ട് വൃദ്ധൻ ലോറിയിൽ നിന്നും ഇറങ്ങി. ഞാൻ ലോറിയും എടുത്ത് വീണ്ടും യാത്ര ആരംഭിച്ചു. ഇപ്പോൾ എനിക്ക് മനസ്സിൽ എന്തോ ഒരു ചെറിയ ഭയം പോലെ ഉണ്ടായിരുന്നു. കാരണം ആ വൃദ്ധൻ പറഞ്ഞ വാക്കുകളായിരുന്നു മനസ്സിൽ.
അരമണിക്കൂർ വളരെ കുറവ് സമയമായിട്ട് കാണരുത്, ആർക്കും ലിഫ്റ്റ് കൊടുക്കരുത്, വണ്ടി നിർത്തരുത്. എന്തുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെ പറഞ്ഞത്? ഇതെല്ലാം ആലോചിച്ച് ലോറി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തോ പൊട്ടുന്ന ശബ്ദം കേട്ടു. ആ ശബ്ദം ആ വിജനമായ വഴിയിൽ കേട്ടപ്പോൾ ഞാൻ ശരിക്കും ആദ്യം ഒന്ന് പേടിച്ചുപോയി. പെട്ടെന്ന് എനിക്ക് കാര്യം മനസ്സിലായി. ലോറിയുടെ ടയർ പൊട്ടിയതാണ്. ഞാൻ എൻ്റെ ലോറി നിർത്തി. എന്ത് കാര്യമാണോ ഞാൻ ഭയന്നത് അത് സംഭവിച്ചിരിക്കുന്നു. ഈ സമയത്താണ് ഒരു ഹെൽപ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഗുണമുണ്ടാകുന്നത്. കഷ്ടകാലം എന്നല്ലാതെ എന്താ പറയുക. ലോറിയാണെങ്കിൽ ആ റോഡിൻ്റെ നടുവിൽ തന്നെയാണ്, രണ്ട് സൈഡിലും കാട്. സത്യം പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് ഒന്നുകൂടി ഭയമേറി വന്നു. പിന്നെ ആകെ ഉണ്ടായിരുന്ന ഭാഗ്യമെന്ന് വെച്ചാൽ ലോറിയുടെ ബാക്ക് സൈഡിലെ ടയറാണ് പൊട്ടിയത്. ഫ്രണ്ട് സൈഡിലായിരുന്നെങ്കിൽ ലോറി മറിഞ്ഞേനെ. കാരണം അത്യാവശ്യം സ്പീഡിലാണ് ഞാൻ ലോറി ഓടിച്ചിരുന്നത്. അങ്ങനെ ആ വിജനമായ വഴിയിൽ കുറ്റാക്കൂരിരുട്ടിൽ ഞാൻ ലോറിയിൽ നിന്നും ഇറങ്ങി. എൻ്റെ ലോറിയുടെ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം മാത്രമാണ് മുന്നിലുള്ളത്. പിന്നെ ഒരു ടോർച്ചും ഉണ്ടായിരുന്നു, അതും എടുത്തു. അങ്ങനെ ഞാൻ ആ ലോറിയിൽ നിന്നും ഇറങ്ങി ലോറിയുടെ പുറകിലേക്ക് പോയി പുതിയ ടയർ എടുത്തു. പിന്നെ മെല്ലെ പൊട്ടിയ ടയർ അഴിക്കാൻ തുടങ്ങി. അങ്ങനെ ആ പൊട്ടിയ ടയർ ഞാൻ ഊരിമാറ്റി പുതിയ ടയർ അതിലേക്ക് വെച്ച് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു സ്ത്രീയുടെ ശബ്ദം ഞാൻ കേട്ടത്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു സ്ത്രീ നിൽക്കുന്നു. എന്നോട് ആ സ്ത്രീ ചോദിച്ചു, എന്തു പറ്റി? ഒരു പെണ്ണിൻ്റെ ശബ്ദം പെട്ടെന്ന് കേട്ടതുകൊണ്ട് തന്നെ ഞാൻ ഭയന്നു പോയിരുന്നു. കാരണം ഈ വിജനമായ വഴിയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ അതും ഒരു സ്ത്രീയുടെ ശബ്ദം പെട്ടെന്ന് കേട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും? ആ പെണ്ണിനെ കാണാനാണെങ്കിൽ അത്യാവശ്യം സൗന്ദര്യമുണ്ട്. പ്രായം ഏകദേശം 20-22 വയസ്സ് തോന്നിക്കുകയുള്ളൂ. ആ സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്തു പറ്റി, എന്താ പ്രശ്നം? ആ സ്ത്രീ എന്നോട് ചോദിച്ചെങ്കിലും എൻ്റെ മനസ്സിലൂടെ പോയത്, ഈ സ്ത്രീ ഈ കാടിൻ്റെ നടുവിൽ, അതും ഈ സമയത്ത്, അതും ഒറ്റയ്ക്കും എന്തു ചെയ്യുകയാണ്? അത് ഞാൻ അങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ ആ സ്ത്രീ വീണ്ടും ചോദിച്ചു, എന്താ ആലോചിച്ച് നിൽക്കുന്നത്? അത് കേട്ടപ്പോൾ ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, നീ ഏതാണ്? നീ എന്താ ഈ രാത്രിയിൽ ഇവിടെ നിൽക്കുന്നത്? അത് കേട്ട ആ സ്ത്രീ പറഞ്ഞു, ഞാനിവിടെ അടുത്തുള്ള ഒരു ഗ്രാമത്തിലുള്ളതാണ്. ഞാനെന്നും പച്ചക്കറി വിൽക്കാൻ കുറച്ച് പുറകിലേക്ക് മാറിയുള്ള ഗ്രാമങ്ങളിൽ പോകാറുണ്ട്. ഇന്ന് ഞാൻ ഒരുപാട് വൈകിപ്പോയി, അതുകൊണ്ടാണ് ഇത്രയും രാത്രിയായത്. ഞാൻ എൻ്റെ ഗ്രാമത്തിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ഇവിടെ ഒരു പ്രകാശം കണ്ടത്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ താങ്കൾ എന്തോ പ്രശ്നത്തിലാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാമെന്ന് വെച്ച് വന്നതാ. അത് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്കതിന് എന്ത് സഹായം എനിക്ക് ചെയ്യാൻ പറ്റും? അത് കേട്ടപ്പോൾ ആ സ്ത്രീ മറുപടി ഒന്നും തന്നില്ല. പിന്നെ ഞാൻ അത് കാര്യമാക്കാതെ എൻ്റെ ലോറിയുടെ ടയർ വീണ്ടും മാറ്റാനുള്ള ശ്രമം തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞതും അങ്ങനെ ഞാൻ ടയർ മാറ്റി തിരിച്ചു വന്ന് ലോറിയിൽ കയറിയിരുന്നു. പക്ഷേ സ്ത്രീ ഇപ്പോഴും പുറകിൽ നിന്നും എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ആ സ്ത്രീ അവിടെ അങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് എനിക്ക് വിചിത്രമായി തോന്നി. ഞാൻ മനസ്സിൽ വിചാരിച്ചു പോയി, എന്ത് പെണ്ണാണിത്, അവിടെ തന്നെ നിൽക്കുന്നു, പോകാൻ പാടില്ലേ ഇവിടുന്ന്? പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചെയ്യട്ടെ. അങ്ങനെ ഞാൻ ലോറി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ലോറി സ്റ്റാർട്ടാകുന്നില്ല. സൗണ്ട് കേൾക്കുന്നു, തന്നെ നിന്നു പോകുന്നു. പല പ്രാവശ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്റ്റാർട്ടാകുന്നു, വീണ്ടും തനിയെ നിന്നു പോകുന്നു. എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. അപ്പോൾ പുറകിൽ നിന്നും സ്ത്രീ എൻ്റെ ലോറിയുടെ ഡോറിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്തു പറ്റി? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ലോറി സ്റ്റാർട്ടാകുന്നില്ല. അത് കേട്ടപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, അതൊന്നും സാരമില്ല. നിങ്ങളുടെ ലോറി സ്റ്റാർട്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ ഇന്ന് നിൽക്കാം. ഇന്നെൻ്റെ വീട്ടിൽ വിശ്രമിച്ചിട്ട് നാളെ രാവിലെ തന്നെ ലോറി ശരിയാക്കി നിങ്ങൾ യാത്ര തുടർന്നോളൂ. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് നാളെ രാവിലെ ലോഡ് എത്തിച്ചേ പറ്റൂ. അത് പറഞ്ഞ് ഞാൻ വീണ്ടും ലോറി സ്റ്റാർട്ട് ചെയ്യാനുള്ള ശ്രമം തുടങ്ങി. എന്ത് ചെയ്തിട്ടും സ്റ്റാർട്ടാകുന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായി, ഇനി ഇത് സ്റ്റാർട്ടാകില്ല എന്ന്. ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങളുടെ ഗ്രാമത്തിൽ ഏതെങ്കിലും മെക്കാനിക് ഉണ്ടോ? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഉണ്ട്, ഒരു മെക്കാനിക് ഉണ്ട്. പക്ഷേ ഇത്രയും രാത്രിയായില്ലേ, ഇനി അയാൾ വരില്ല. നാളെ രാവിലെ അയാളെ കിട്ടും. അയാൾ വന്ന് രാവിലെ ശരിയാക്കും. അതുവരെ എൻ്റെ വീട്ടിൽ വിശ്രമിക്കാം. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, എന്താ ചെയ്യുക? ഇനി വേറെ മാർഗമില്ലല്ലോ. പോയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങളുടെ ഗ്രാമം എവിടെയാണ്? അത് കേട്ടപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ ഗ്രാമം ഇവിടെ നിന്നും താഴേക്ക് ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. നിങ്ങൾ വിഷമിക്കണ്ട, ഈ കാട്ടുവഴിയിലൂടെ കുറച്ച് പോയാൽ മതി. എന്തു ചെയ്യും? ഇവർ പറയുന്നത് വിശ്വസിക്കണോ? കാരണം ഇതിനു മുന്നേ എൻ്റെ ലോറിയിൽ കയറിയ വൃദ്ധൻ പറഞ്ഞിരുന്നു, വഴിയിൽ വണ്ടി നിർത്താൻ പാടില്ല. പക്ഷെ എന്തു ചെയ്യാൻ, ടയർ പൊട്ടിയത് കൊണ്ട് നിർത്തേണ്ടി വന്നു. അതുമാത്രമല്ല, ആരെ കണ്ടാലും വിശ്വസിക്കരുത്, ലിഫ്റ്റ് കൊടുക്കരുത്, ആരോടും സംസാരിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. ഇതെല്ലാം ആലോചിച്ച് നിൽക്കുമ്പോൾ ആ സ്ത്രീ എന്നോട് ചോദിച്ചു, എന്തു പറ്റി? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നുമില്ല. ഈ വിജനമായ വഴിയിൽ ഇത്രയും ലോഡ് കയറ്റിയ ഒരു ലോറി നിർത്തുന്നത് ശരിയാകുമോ എന്ന് ചിന്തിച്ചതാ. അത് കേട്ടപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, ഇത്രയും രാത്രിയായില്ലേ, ഈ വഴി ഇനി ആരും വരില്ല. നിങ്ങളുടെ ലോറി ഇനി ഒരു കുഴപ്പവുമില്ലാതെ ഇവിടെ കിടന്നോളൂ. അവളത് പറഞ്ഞപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്?
ഈ വഴി ഈ സമയത്ത് ആരും പോകാറില്ല എന്ന്. എന്താ, ഈ വഴി മെയിൻ ഹൈവേയിലേക്ക് ചെന്നെത്തുന്ന വഴിയല്ലേ? അത് കേട്ടപ്പോൾ ആ സ്ത്രീ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പിന്നെ പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചത് ഈ വഴി ഈ രാത്രിയിൽ ഈ സമയത്ത് വിജനമായി കിടക്കുമ്പോൾ ആരും സഞ്ചരിക്കാറില്ല എന്നാണ്. ആ സ്ത്രീയുടെ വാക്ക് കേട്ടിട്ട് അവളെന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നെ ഞാനത് കൂടുതൽ കാര്യമാക്കിയെടുക്കാതെ അവളുടെ വാക്കുകളിൽ വിശ്വാസമർപ്പിച്ചു. ഞാൻ ലോറിയിൽ നിന്നും ഇറങ്ങി. എന്നിട്ട് അവളുടെ കൂടെ ആ പഴയ വഴിയിലൂടെ കാടിൻ്റെ നടുവിലൂടെ നടക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 10 മിനിറ്റോളം നടന്നിട്ടും ആ സ്ത്രീ പറഞ്ഞ പോലെ ഒരു ഗ്രാമവും ഞാൻ കണ്ടില്ല. അപ്പോൾ എനിക്ക് തോന്നിയത്, ഞാൻ ഈ സ്ത്രീയെ വിശ്വസിച്ച് ഈ വഴി വന്നത് തെറ്റായ തീരുമാനമാണോ എന്നാണ്. അങ്ങനെ പിന്നെയും കുറച്ച് സമയം കൂടി നടന്നു. പക്ഷെ ഒരു ഗ്രാമവും ഞാൻ കണ്ടില്ല. പിന്നെ ഞാൻ മടിക്കാതെ ആ സ്ത്രീയോട് ചോദിച്ചു, നീയല്ലേ പറഞ്ഞത് 10 മിനിറ്റ് കൂടി നടന്നാൽ നിന്റെ ഗ്രാമം എത്തുമെന്ന്? എന്നിട്ട് എവിടെ ഗ്രാമം? ഇപ്പോൾ 10 മിനിറ്റിൻ്റെ ഏറെയായി നടക്കാൻ തുടങ്ങിയിട്ട്. ഈ ഒരു കാട് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഒരു ഗ്രാമമുണ്ടെന്ന്. അത് കേട്ട ആ സ്ത്രീ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളെന്തിനെങ്ങനെ പേടിക്കുന്നത്? എൻ്റെ പുറകിൽ പോരെ, നിങ്ങൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല. പിന്നെ ഞാനും കരുതി, എന്തായാലും ഇത്രയും ദൂരം വന്നില്ലേ, ഇനി കുറച്ചുകൂടി പോയി നോക്കാം. ഒരു 5 മിനിറ്റ് കൂടി അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഞാൻ ഒരു ഗ്രാമം കണ്ടു. കാടിൻ്റെ നടുവിലായി. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഇത്രയും വലിയ കാട്ടിൽ ഈ ഗ്രാമം എങ്ങനെ വന്നു എന്നാണ്. ഞങ്ങൾ ഇവിടേക്ക് വന്ന വഴി കണ്ടിട്ട് ഈ വഴിയെ ആളുകൾ സഞ്ചരിക്കുന്ന വഴിയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഗ്രാമത്തിലേക്ക് എത്തിയതും വളരെ വിചിത്രമായി തോന്നിയത്, അവിടെയെല്ലാം ഒരു വല്ലാത്ത നിശബ്ദത. മരത്തിൻ്റെ ഇലകൾ കാറ്റിലാടുന്ന ശബ്ദം മാത്രം ചെറുതായി കേൾക്കാം. ആ ഗ്രാമത്തിലെ വീടുകളാണെങ്കിലോ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയതാണ്. അതിൽ പകുതിയിലേറെ പൊട്ടിപ്പൊളിഞ്ഞതും. ആ ഗ്രാമം കണ്ടപ്പോൾ തോന്നിയത്, ഈ ഗ്രാമത്തിലുള്ളവർ ഈ ഗ്രാമം ഉപേക്ഷിച്ച് പോയതുപോലെയാണ്. കാരണം ഗ്രാമത്തിൻ്റെ അവസ്ഥ കണ്ടാൽ ആരും പറയില്ല അവിടെ ആളുകൾ താമസിക്കുന്നുണ്ടെന്ന്. അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, ഇവിടെ ആരെങ്കിലും താമസമുണ്ടോ, അതോ ഈ ഗ്രാമം ഇങ്ങനെ തന്നെയാണോ? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇവിടെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ഉള്ളവരാണെങ്കിൽ പാവപ്പെട്ടവരും. അവർ വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീടൊന്നും നല്ല രീതിയിൽ ഉണ്ടാക്കാൻ അവരെ കൊണ്ടൊന്നും സാധിക്കില്ല. അത് കേട്ടപ്പോൾ പിന്നെ ഞാൻ ആ സ്ത്രീയോട് വേറൊന്നും ചോദിച്ചില്ല. അങ്ങനെ ആ സ്ത്രീയുടെ പുറകെ നടന്ന് ഒരു വീടിൻ്റെ മുന്നിലെത്തിയപ്പോൾ ആ സ്ത്രീ നിന്നു. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, ഇതാണ് എൻ്റെ വീട്, ഇവിടെയാണ് എൻ്റെ താമസം. അങ്ങനെ ആ സ്ത്രീ വീടിൻ്റെ വാതിൽ തുറന്നു. അകത്തേക്ക് എന്നെ ക്ഷണിച്ചു. ഞാൻ അകത്ത് കയറി. വീടിനകത്ത് പഴയ സാധനങ്ങൾ ആണെങ്കിൽ പോലും മറ്റുള്ള വീടുകളെ അപേക്ഷിച്ച് ഈ വീട് കുറച്ച് നല്ലതായിരുന്നു. പിന്നെ കുറച്ചു നേരം ആ വീട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ആ സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കൈയും കാലും കഴുകുക, ഞാൻ ഭക്ഷണം എടുത്തു വയ്ക്കാം. ഞാൻ കൈയെല്ലാം കഴുകി ഭക്ഷണം കഴിക്കാനിരുന്നു. ആ സ്ത്രീ എനിക്ക് കഴിക്കാനുള്ളത് എടുത്തു വച്ചു. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ത്രീയോട് ചോദിച്ചു, നീ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? നിന്റെ വീട്ടിൽ വേറെ ആരെയും കാണുന്നില്ല. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അല്ല, എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ട്. 3-4 ദിവസമായിട്ട് നല്ല പനിയാണ്. അപ്പുറത്തെ മുറിയിലാണ് കിടക്കുന്നത്. പിന്നെ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞാൻ വിശ്രമിക്കുമ്പോൾ ആ സ്ത്രീയോട് ഞാൻ ചോദിച്ചു, നീ നിൻ്റെ അമ്മയെ എന്നെ പരിചയപ്പെടുത്തുമോ? ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവരുടെ അസുഖ വിവരങ്ങൾ അന്വേഷിക്കാൻ. അത് കേട്ടപ്പോൾ ആ സ്ത്രീ കുറച്ചു നേരം മിണ്ടാതിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ എൻ്റെ അമ്മയെ വിളിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ വിശ്രമം ആവശ്യമാണ് അമ്മയ്ക്ക്. ഉറക്കവും നഷ്ടപ്പെടും. രാവിലെ ആകട്ടെ, നമുക്ക് പരിചയപ്പെടാം. അവൾ അത് പറഞ്ഞപ്പോൾ എന്നിൽ നിന്നും എന്തോ മറയ്ക്കുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു, ചിലപ്പോൾ സത്യമായിരിക്കും, വിശ്രമിക്കുകയായിരിക്കും, പനിയല്ലേ. ഇതെല്ലാം ഞാൻ വിചാരിക്കുമ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, നിങ്ങൾക്ക് ഞാൻ റൂം കാണിച്ചു തരാം, അതിൽ പോയി കിടന്നോളൂ. നാളെ രാവിലെ ആയാൽ ഞാൻ വിളിക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. അങ്ങനെ ആ സ്ത്രീ എനിക്ക് മുറി കാണിച്ചു തന്നു. അവിടെ കിടന്നുകൊള്ളാൻ പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. ഞാൻ അവിടെ അവർ വിരിച്ചിരുന്ന പായയിലേക്ക് കിടന്നു. കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മെല്ലെ ഉറങ്ങാൻ തുടങ്ങി. ഉറക്കത്തിൽ എൻ്റെ ചെവിയിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്ന പോലെ. അതുകൊണ്ട് തന്നെ എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ഞാൻ കണ്ണു തുറന്നു. ശബ്ദം ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ആര് വിറക് വെട്ടുന്ന പോലെയാണ്. എന്നാലും ഈ രാത്രി ആര് വിറക് വെട്ടാനാ? എനിക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് റൂമിൽ നിന്നും പുറത്തിറങ്ങി. എനിക്ക് അറിയണമായിരുന്നു ആ ശബ്ദം എവിടെ നിന്നാ വരുന്നതെന്ന്. ഞാൻ റൂമിൽ നിന്നും പുറത്തിറങ്ങി നേരത്തെ ഭക്ഷണം കഴിച്ച ഹോളിലേക്കായിരുന്നു വന്നത്. അടുത്തുള്ളൊരു മുറിയുണ്ട്, അവിടെ നിന്നാണ് ആ ശബ്ദം വരുന്നത്. ആ റൂം ആ സ്ത്രീയുടെ അമ്മ കിടക്കുന്നുവെന്ന് പറഞ്ഞ അതേ റൂം തന്നെയാണ്. ഞാൻ വിചാരിച്ചു, ഈ രാത്രിയിൽ ആ റൂമിൽ നിന്നും എങ്ങനെ ഇങ്ങനത്തെ ശബ്ദം വരുന്നു? ആ സ്ത്രീ പറഞ്ഞിരുന്നല്ലോ എൻ്റെ അമ്മ അവിടെ പനിയായിട്ട് കിടക്കുകയാണെന്ന്. ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഞാൻ മെല്ലെ നടന്ന് ആ റൂമിൻ്റെ വാതിലിൻ്റെ മുന്നിൽ ചെന്നു. എന്നിട്ട് കാതു കൂർപ്പിച്ച ആ ശബ്ദം ഒന്നുകൂടി ശ്രദ്ധിച്ചു. അപ്പോൾ ഒരു സ്ത്രീയുടെ ചിരിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. പെട്ടെന്ന് അതിൻ്റെ കൂടെ എന്നെ ഈ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന
ആ പെണ്ണും ചിരിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. അവരുടെ രണ്ടുപേരുടെയും ചിരി കേട്ട് എനിക്ക് ചെറുതായി ഭയം തോന്നി. കാരണം ഇവരെങ്ങാനും ഇനി ഭ്രാന്ത് പിടിച്ച സ്ത്രീകളാണോ, അതും ഈ നട്ടപ്പാതിരാക്കി ഇതുപോലെ ചിരിക്കാൻ? പിന്നെ ആ റൂമിൻ്റെ ഉള്ളിൽ അവർ എന്താ ചെയ്യുന്നതെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ടായി. പക്ഷേ വാതിൽ തള്ളി തുറക്കാനോ മുട്ടാനോ എനിക്ക് ആഗ്രഹമില്ല. ഞാൻ വാതിലിൽ ഒരു ചെറിയ ഹോളുണ്ടാകുമോ എന്ന് നോക്കി, അകത്തെ കാഴ്ച കാണാൻ. അങ്ങനെ നോക്കുമ്പോൾ ഞാനൊരു ചെറിയ ഹോള് തന്നെ കണ്ടു. ഉടൻ തന്നെ ആ ഡോറിൻ്റെ ചെറിയ ഹോളിലൂടെ ആ റൂമിൻ്റെ അകത്തേക്ക് നോക്കി. അകത്തെ കാഴ്ച കണ്ട് ഞാൻ വിറച്ചുപോയി. എൻ്റെ ഹൃദയമിടിപ്പ് കൂടി. ഞാൻ അകത്ത് കണ്ടത് ആ വൃദ്ധയായ സ്ത്രീയെയായിരുന്നു. അവരുടെ നരച്ച നീണ്ട മുടി, നീളം കൂടിയ നഖം, മുഖമെല്ലാം വികൃതമായിരിക്കുന്നു. 2 പല്ലുകൾ ചുണ്ടിൽ നിന്നും താഴേക്ക് ഇറങ്ങിയിരിക്കുന്നു. പിന്നെ അവരുടെ വലിയ കണ്ണുകൾ, അത് കണ്ടാൽ ഏതൊരു മനുഷ്യനും ഭയന്നില്ലാതെയാകും. അതുമാത്രമല്ല, അവരെന്തിൻ്റെയോ പച്ച മാംസം കഴിക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ കണ്ണുകൾ കുറച്ച് സൈഡിലേക്ക് മാറ്റി. അത് കണ്ടതോടുകൂടി എൻ്റെ സകല നിയന്ത്രണവും വിട്ടു. കാരണം ആ വൃദ്ധയായ പിശാചിൻ്റെ തൊട്ടടുത്ത് ഒരു മനുഷ്യൻ്റെ ഡെഡ് ബോഡി കിടക്കുന്നു. അയാളുടെ കഴുത്ത് മുറിഞ്ഞിരിക്കുന്നു. അയാളെ ടേബിളിൽ കിടത്തിയിരിക്കുകയാണ്. അയാളുടെ ശരീരം എന്തോ ആയതുകൊണ്ട് വെട്ടിമുറിക്കുന്നു. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഞാൻ കണ്ടു, എന്നെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന ആ പെണ്ണ് തന്നെയാണ് ആ ശരീരം വെട്ടിമുറിക്കുന്നത്. ഇപ്പോൾ അവളുടെ രൂപവും മാറിയിരുന്നു. അവൾക്കിപ്പോൾ ഒരു പൈശാചിക രൂപമായിരുന്നു. അവൾക്കുമുണ്ടായിരുന്നു വലിയ പല്ലുകളും നഖങ്ങളും ക്രൂരമായ മുഖവും. അവളുടെ കണ്ണുകൾ ആ വൃദ്ധയായ പിശാചിൽ നിന്നും ഒരുപാട് ഭയപ്പെടുത്തുന്നതായിരുന്നു. അവളുടെ ശരീരം മുഴുവനും മാറിയിരുന്നു. അതുമാത്രമല്ല, ആ പിശാച് ആ ശരീരം വെട്ടിനുറുക്കുമ്പോൾ വൃദ്ധയായ പിശാചിനോട് പറഞ്ഞു, വിഷമിക്കണ്ട, ഞാൻ വേറൊരാളെയും കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചു കഴിഞ്ഞ് അവനെയും നമ്മൾ കൊന്നുകഴിക്കും. അത് കേട്ടതോടുകൂടി എൻ്റെ കാല് നിലത്തുറയ്ക്കുന്നില്ല, തൊണ്ട വറ്റി വരണ്ടു. ഇപ്പോൾ ഞാൻ ഹൃദയം നിലച്ച് താഴെ വീഴുമെന്ന് വരെ എനിക്ക് തോന്നി. കാരണം ഇതുപോലെയുള്ള ഭീകര കാഴ്ചകൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല. ആ റൂമിൻ്റെ പല ഭാഗത്തും മനുഷ്യൻ്റെ അസ്ഥികൾ ഞാൻ കണ്ടു. ഇനി എനിക്കൊരു നിമിഷം പോലും അവിടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. ഞാനുള്ള ധൈര്യം മുഴുവനും സംഭരിച്ച് മുൻവാതിലിൻ്റെ അടുത്തേക്ക് ചെന്ന് വാതിൽ തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ വാതിൽ തുറയുന്നില്ല. ആരോ മുൻവശത്ത് നിന്നും പൂട്ടിയതുപോലെ എനിക്ക് മനസ്സിലായി. ഞാൻ ഇനി എൻ്റെ ജീവൻ എങ്ങനെ രക്ഷിക്കും? ഭയം ഒരുപാട് കൂടിയതുകൊണ്ട് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പുറത്തേക്കിറങ്ങാൻ ഒരു വഴിയും എനിക്ക് കിട്ടുന്നില്ല. എനിക്കപ്പോൾ തോന്നിയത്, ആ മുറിയുടെ വാതിൽ തുറന്ന ആ പിശാച് പുറത്തേക്ക് ഇറങ്ങി വന്ന് എന്നെ പിടിച്ചുകൊണ്ടുപോയി കൊന്നു തിന്നുമെന്നാണ്. ഒരുപാട് നേരം ആ ഹോള് മുഴുവനും തിരഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് ഒരു ചെറിയ ജനാലയിലുടക്കി. അതിൻ്റെ ഒരു ഭാഗം പൊട്ടിയിരുന്നു. ഞാനുടനെ ആ ജനൽ തുറക്കാനുള്ള ശ്രമം തുടങ്ങി. പക്ഷേ ആ ജനൽ തുറയുന്നില്ല. പിന്നെ ഞാൻ സർവ്വശക്തിയും എടുത്ത് കാലുകൊണ്ട് ആഞ്ഞു ചവിട്ടി. എന്തോ ഭാഗ്യത്തിന് ഇപ്രാവശ്യം ആ ജനൽ തുറന്നു. ഞാൻ ഉടൻ തന്നെ എങ്ങനെയൊക്കെയോ ജനൽ വഴി പുറത്തേക്ക് ചാടി അവിടുന്ന് ഓടാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും ഈ ഭയപ്പെടുത്തുന്ന ഗ്രാമത്തിൽ നിന്നും രക്ഷപ്പെടണം. ഞാനങ്ങനെ ഓടുമ്പോൾ വരുന്ന വഴിയിൽ മുന്നേ കണ്ട വീടുകളെല്ലാം ഒന്നുകൂടി നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. കാരണം നേരത്തെ കണ്ടതിനേക്കാളും മോശമായിരുന്നു ആ വീടുകൾ. ഒരുപാട് വർഷങ്ങളായി ആരും താമസമില്ലാതെ എല്ലാ വീടുകളും ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു. അങ്ങനെ അവിടുന്ന് ഞാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പിറകിൽ നിന്നും ആരുടെയോ ഭയപ്പെടുത്തുന്ന ശബ്ദം കേട്ടു. ചിലപ്പോൾ ആ 2 പിശാചുകളുടെയും ശബ്ദമായിരിക്കും. അവർ അറിഞ്ഞു കാണും ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടത്. പക്ഷേ ഞാൻ ഇതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് തന്നെ ഓടി. ഈ ഗ്രാമത്തിലേക്ക് വന്ന കാട്ടുവഴിയിലേക്കെത്തി. അവിടുന്ന് മുന്നോട്ടോടുമ്പോൾ മുന്നിൽ വെള്ള വസ്ത്രം ധരിച്ചൊരു സ്ത്രീ നിൽക്കുന്നത് കണ്ടു. അത് മറ്റാരുമല്ല, എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന അതേ സ്ത്രീ തന്നെയായിരുന്നു. അവളിപ്പോൾ ഭയപ്പെടുത്തുന്നൊരു പിശാചിൻ്റെ രൂപത്തിലാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അവളിപ്പോൾ ആ വഴിയുടെ നടുവിലായിട്ടാണ് നിൽക്കുന്നത്. അവളെ കണ്ടതും എൻ്റെ സകല നിയന്ത്രണവും വിട്ടു. ഞാൻ ആ വഴിയിൽ നിന്നും കാടിൻ്റെ വേറൊരു വശത്തേക്ക് ഓടാൻ തുടങ്ങി. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ എന്നെ പിടിച്ചു തള്ളിയതുപോലെ ഞാൻ നിലത്തേക്ക് വീണു. ഞാൻ വീണെടുത്ത് നിന്നും തിരിഞ്ഞു നോക്കിയപ്പോൾ ആ പിശാച് വായുവിൽ ഉയർന്നു പൊങ്ങി എൻ്റെ അടുത്തേക്ക് വരുന്നു. ആ പിശാചിനെ ആ രീതിയിൽ എൻ്റെ മുന്നിൽ കണ്ടപ്പോൾ എൻ്റെ മരണമാണ് എനിക്ക് തോന്നിയത്. ഇനി ഇവിടുന്ന് രക്ഷപ്പെടില്ലെന്ന് എൻ്റെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ മനസ്സിൽ ദൈവത്തോടുള്ള പ്രാർത്ഥന മാത്രമായിരുന്നു. പക്ഷേ ആ പിശാചിൻ്റെ ആ രൂപവും ഭാവവും കണ്ടിട്ട് ഇപ്പോൾ തന്നെ എന്നെ ജീവനോടെ തിന്നുമെന്ന് എനിക്ക് തോന്നി. ആ പിശാച് എന്നെ നോക്കി ഭയപ്പെടുത്തുന്ന രീതിയിൽ വലിയ ശബ്ദമുണ്ടാക്കി. എന്നിട്ട് ആ പിശാചിൻ്റെ ചുണ്ടിൽ പറ്റിയിരുന്ന ചോര തുടച്ചു കളഞ്ഞു. എന്നിട്ട് ആ പിശാച് എന്നോട് പറഞ്ഞു, നീ എന്ത് കരുതി? നിന്നെ ഞാൻ വെറുതെ വിട്ടുകളയുമെന്നോ? അതും പറഞ്ഞുകൊണ്ട് ആ പിശാച് ചിരിക്കാൻ തുടങ്ങി. ആ പിശാചിൻ്റെ മുഖം ആ സമയത്ത് ആര് കണ്ടാലും ഭയന്ന് മരിച്ചു പോകും. എൻ്റെയും അവസ്ഥ അത് തന്നെയായിരുന്നു. പിശാച് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി എൻ്റെ തോളിൽ ആ പിശാചിൻ്റെ നഖം കുത്തിയിറക്കി. വേദന സഹിക്കാൻ വയ്യാതെ ഞാൻ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. പിന്നെ ആ പിശാച് വാ തുറന്ന് എൻ്റെ കഴുത്തിലേക്ക് നോക്കാൻ തുടങ്ങി. അത് കണ്ടതോടുകൂടി ഞാൻ കണ്ണടച്ചു. എനിക്ക് മനസ്സിലായി ഇനി ഞാൻ രക്ഷപ്പെടില്ല എന്ന്. പിശാചിൻ്റെ കഴുത്തിന് നേരെ തല കൊണ്ടുവന്നതും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ആ ശബ്ദം ആ വിജനമായ കാട്ടിൽ അതിഭീകരമായി മുഴങ്ങി കേട്ടു.
ഞാനിപ്പോഴും കണ്ണടച്ചിരിക്കുകയാണ്. എൻ്റെ മരണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഒരുപാട് നേരം അങ്ങനെ വെച്ചുണ്ടാക്കിയതിന് ശേഷം എൻ്റെ തോളിൽ നിന്നും ആ പിശാച് നഖം വലിച്ചൂരി എൻ്റെ മുകളിൽ നിന്നും പുറകിലേക്ക് പോയി. പിശാചിൻ്റെ തോളിൽ നിന്നും നഖം വലിച്ചൂരി ശബ്ദം കുറച്ച് പുറകിലേക്ക് പോയതും ഞാൻ കണ്ണു തുറന്നു. ഞാൻ നോക്കുമ്പോൾ ആ പിശാച് കുറച്ച് പുറകിലേക്ക് മാറി നിൽക്കുന്നത് കണ്ടു. അതായത് എന്തോ കണ്ട് പേടിച്ച് ഭയന്ന പോലെ. പെട്ടെന്ന് എൻ്റെ പുറകിൽ നിന്നും ഒരാളുടെ ശബ്ദം കേട്ടു. അതൊരു പുരുഷ ശബ്ദമായിരുന്നു. മകനെ, നീ എത്രയും വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് എൻ്റെ പുറകിൽ വന്ന് നിൽക്ക്. ആ ശബ്ദം കേട്ടത് ഞാൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ ഒരു വൃദ്ധനായ ആളായിരുന്നു നിന്നിരുന്നത്. അത് മറ്റാരുമല്ല, ഞാൻ ലോറിയിൽ ലിഫ്റ്റ് കൊടുത്ത അതേ ആൾ തന്നെ. അയാൾ വീണ്ടും പറഞ്ഞു, മകനെ, ഇത്രയും പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് എൻ്റെ പുറകിൽ വന്ന് നിൽക്ക്. ഞാൻ ഉടനെ അവിടുന്ന് എങ്ങനെയൊക്കെയോ ചാടി എഴുന്നേറ്റ് അയാളുടെ പുറകിലേക്ക് ചെന്നു. ഉടനെ ആ വൃദ്ധനായ മനുഷ്യന് കയ്യിലുണ്ടായിരുന്നൊരു വടി ആ പിശാചിൻ്റെ നേർക്ക് കാണിച്ചു. അത് കണ്ട ആ പിശാച് ഭയന്ന് വീണ്ടും പുറകിലേക്ക് മാറി. ആ വൃദ്ധൻ ഉടനെ എന്നോട് പറഞ്ഞു, എത്രയും വേഗം റോഡിൻ്റെ ഭാഗത്തേക്ക് ഓടുക. അത് കേട്ടപ്പോൾ ഞാൻ ഓടാൻ തുടങ്ങി. തൊട്ടുപുറകെ ആ വൃദ്ധനും വന്നു. ഓടുമ്പോൾ ആ പിശാച് ഞങ്ങളുടെ അടുത്തേക്ക് പല പ്രാവശ്യവും വരുന്നുണ്ടായിരുന്നു. ആ വൃദ്ധൻ ആ വടി കാണിക്കുമ്പോൾ ആ പിശാച് പേടിച്ച് ഭയന്ന് പുറകിലേക്ക് മാറുന്നു. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് സാധാരണ പോലെ തോന്നിക്കുന്ന ഒരു വടിയാണ്. ഈ ഒരു വടി കാണുമ്പോൾ എങ്ങനെയാണ് ആ പിശാച് ഭയക്കുന്നത്? പിന്നെ വിചാരിച്ചു ചിലപ്പോൾ വല്ല മന്ത്രശക്തിയുമുള്ള വടിയാകുമെന്ന്. ഞങ്ങളങ്ങനെ ഓടി റോഡിലേക്ക് കയറി. ഉടനെ തന്നെ ഞാൻ ലോറിയുടെ ഡോർ തുറന്ന് അകത്ത് കയറിയിരുന്നു. ആ വൃദ്ധനും എൻ്റെ അപ്പുറത്ത് കയറിയിരുന്നു. ഞാൻ ഭയന്നുകൊണ്ട് തന്നെ ലോറി സ്റ്റാർട്ട് ചെയ്തു. എന്തോ അത്ഭുതം പോലെ ലോറി സ്റ്റാർട്ടായി. വൃദ്ധൻ ഉടനെ തന്നെ പറഞ്ഞു, മകനെ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വണ്ടിയെടുക്ക്. ഞാൻ നല്ല സ്പീഡിൽ തന്നെ ആ ലോറി മുന്നോട്ടെടുത്തു. ലോറി ഓടിക്കുമ്പോൾ ഞാൻ ആ വൃദ്ധനോട് പറഞ്ഞു, നന്ദിയുണ്ട്. നിങ്ങൾ കറക്റ്റ് സമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. അത് കേട്ട ആ വൃദ്ധൻ പറഞ്ഞു, ഇതുകൊണ്ടാണ് ഞാൻ നിന്നോട് എൻ്റെ കൂടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞത്. നീ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിനൊരു സമാധാനവുമില്ല. എനിക്കറിയാമായിരുന്നു ഇവിടെ ഇതുപോലെ എന്തെങ്കിലും നിനക്ക് സംഭവിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഗ്രാമത്തിലേക്ക് പോകാതെ ഞാൻ നീ പോയ വഴിയെ ഇങ്ങോട്ട് നടന്നു വന്നു. എന്തോ ഭാഗ്യത്തിന് നീ അധിക ദൂരം സഞ്ചരിക്കാത്തത് കൊണ്ട് എനിക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റി. അത് കേട്ട് ഞാൻ ആ വൃദ്ധനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഈ വഴി വന്നതല്ല. ഒരു ചായക്കടക്കാരനാണ് എന്നോട് ഈ വഴി പോകാൻ പറഞ്ഞതെന്ന്. അത് കേട്ടപ്പോൾ ആ വൃദ്ധൻ ചെറുതായെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ പറയുന്ന ആ ചായക്കടക്കാരൻ, അയാൾ മരിച്ചിട്ട് 3 വർഷങ്ങളായി. ഒരു റോഡ് ആക്സിഡൻ്റ് ആയിരുന്നു മരണകാരണം. 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലോറിയുടെ ബ്രേക്ക് പോയി ആ റോഡ് സൈഡിലുണ്ടായിരുന്ന ചായക്കടയിലേക്ക് ഇടിച്ചു കയറി. ആ അപകടത്തിൽ ചായക്കടക്കാരൻ മരിച്ചു. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആ ചായക്കടക്കാരൻ്റെ ആത്മാവ് അവിടെയുണ്ടെന്ന്. തൻ്റെ മരണത്തിൻ്റെ പ്രതികാരം വീട്ടാൻ ആ ചായക്കടക്കാരൻ്റെ ദുരാത്മാവ് ലോറി ഡ്രൈവർമാരെ കണ്ടാൽ ഈ വഴി പറഞ്ഞു വിടുന്നതാണ്. അത് കേട്ടപ്പോൾ ഞാൻ ഒന്നുകൂടി ശരിക്കും ഭയന്നു. ഞാൻ ആ വൃദ്ധനോട് ചോദിച്ചു, അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചായ കുടിച്ചതോ, അതെന്തായിരുന്നു? അത് കേട്ടപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, മകനെ, അതെല്ലാം അവരുടെ കൺകെട്ടാണ്. ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നിപ്പിക്കും. ആ ചായക്കടക്കാരൻ്റെ ദുരാത്മാവ് അതെല്ലാം നിന്നെക്കൊണ്ട് തോന്നിപ്പിച്ചതാണ്. ഇതെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് റോഡിൻ്റെ കുറച്ച് മുന്നിൽ നടുവിലായി ഒരു സ്ത്രീ നിൽക്കുന്നത് കാണുന്നത്. അത് കണ്ടതോടുകൂടി എൻ്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. ഞാൻ വൃദ്ധനോട് ചോദിച്ചു, ഇതാരാണ് ഈ സ്ത്രീ? അത് കേട്ട ആ വൃദ്ധൻ ഉടൻ പറഞ്ഞു, മകനെ, ഇതും ഒരു കൺകെട്ടാണ്. ഇതെല്ലാം ആ പിശാചുക്കളുടെ കളിയാണ്. ഇത് കണ്ട് നമ്മൾ ലോറി നിർത്തണം. അതിനുവേണ്ടി ചെയ്യുന്നതാണ്. ഒരു കാരണവശാലും ഈ ലോറി നിർത്തരുത്. ഞാൻ ആ വൃദ്ധൻ പറഞ്ഞത് അതുപോലെ അനുസരിച്ചു. ലോറി നിർത്തിയില്ല. ആ സ്ത്രീയുടെ മുകളിലൂടെ ഞാൻ ആ ലോറി എടുത്തുകൊണ്ടുപോയി. ഭയന്നുകൊണ്ട് ഞാൻ പുറകിലേക്ക് നോക്കി. പക്ഷേ എനിക്കവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ ലോറി കുറച്ചുകൂടി സ്പീഡ് കൂട്ടി. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ മെയിൻ ഹൈവേ കണ്ടു. എനിക്ക് മനസ്സിന് ചെറിയൊരു സമാധാനമായി. അപ്പോഴാണ് ആ വൃദ്ധൻ പറഞ്ഞത്, മകനെ, ലോറി നീ ഇവിടെ നിർത്തിക്കോ. ഞാൻ ലോറി നിർത്തി. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല, എങ്ങനെ ഇവിടുന്ന് തിരിച്ചു പോകും? ഇത് അപകടം പിടിച്ച സ്ഥലമല്ലേ? അപ്പോൾ ആ വൃദ്ധൻ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, മകനെ, എനിക്ക് പിശാചുകളെ ഭയമില്ല. അവരെന്നെ ഒന്നും ചെയ്യില്ല. ഞാൻ ആ വൃദ്ധനോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു. നിങ്ങൾ ആ സമയത്ത് അവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. ഒരുപാട് നന്ദിയുണ്ട്. ഒരിക്കലും മറക്കില്ല. അത് കേട്ട ആ വൃദ്ധൻ എന്നോട് പറഞ്ഞു, മകനെ, ആരുടെയെങ്കിലും വാക്ക് കേട്ട് എളുപ്പം എത്താമെന്നുള്ള ചിന്തയിൽ ഒരിക്കലും ഷോർട്ട് കട്ട് വഴി യാത്ര ചെയ്യരുത്. നല്ല രീതിയിൽ ഇനിയും യാത്ര ആരംഭിക്കുക. അത് പറഞ്ഞുകൊണ്ട് വൃദ്ധൻ ലോറിയിൽ നിന്നും ഇറങ്ങി നടന്നകന്നു. ഞാൻ ലോറിയുമായി ഹൈവേയിലേക്ക് കയറി. അങ്ങനെ ഹൈവേയിലേക്ക് കയറിയ ഉടനെ തന്നെ പെട്ടെന്ന് എൻ്റെ ലോറിയുടെ സൈഡിലൂടെ മറ്റൊരു ലോറി കയറി വന്ന് ലോറി നിർത്താൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ഞാൻ ലോറി നിർത്തി. എൻ്റെ ലോറിയോട് ചേർത്ത് അയാളും നിർത്തി. എന്നിട്ട് അതിലെ ഡ്രൈവർ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഏത് വഴിയാണ് വന്നത്? ഞാൻ വന്ന ഷോർട്ട് കട്ട് വഴി അയാൾക്ക് അവിടെ നിന്ന് കൈകൊണ്ട് കാണിച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ അയാൾ കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. പിന്നെ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴി ഈ സമയത്ത് രാത്രിയിൽ വരുന്ന ഒരാൾ ജീവനോടെ പുറത്തേക്ക് വരുന്നത് കാണുന്നത്.
ആ വഴി വളരെ അപകടം പിടിച്ച വഴിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവമുണ്ടായോ? അപ്പോൾ ഞാൻ എനിക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും അയാളോട് പറഞ്ഞു. അതുമാത്രമല്ല, ഒരു വൃദ്ധനായ മനുഷ്യൻ എന്നെ സഹായിച്ചതും പറഞ്ഞു. അയാളൊരു റിട്ടയേർഡ് പട്ടാളക്കാരനുമാണ്. എൻ്റെ വാക്ക് കേട്ട് അയാൾ അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ പറയുന്ന വൃദ്ധനായ മനുഷ്യൻ മരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി. ആ വൃദ്ധൻ്റെ ആത്മാവാണ് ഇന്നും ആ വഴി പോകുന്നവരെ സഹായിക്കുന്നത്. അയാളുടെ ആത്മാവ് ഒരുപാട് ഡ്രൈവർമാരെ രക്ഷിച്ചിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനെങ്ങനെ വിശ്വസിക്കും അയാൾ ശരിക്കും ഒരു ആത്മാവായിരുന്നു എന്ന്. പിന്നെ മറ്റേ ലോറിയിലെ ആ ഡ്രൈവർ പറഞ്ഞു, നിങ്ങൾ ആ ഷോർട്ട് കട്ട് വഴിയിലേക്ക് കയറുന്നതിന് മുന്നേ അവിടെ ഉണ്ടായിരുന്ന ആ ബോർഡ് കണ്ടില്ലേ? അത് കേട്ടപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ ആ ബോർഡ് കണ്ടിരുന്നു. പക്ഷേ ആ സമയത്ത് അതിലൊന്നും എഴുതിയത് എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എല്ലാം മാഞ്ഞു പോയിരുന്നു. അത് കേട്ടപ്പോൾ ഡ്രൈവർ പറഞ്ഞു, നിങ്ങളുടെ സമയം വളരെ നല്ലതായിരുന്നു, അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അത് പറഞ്ഞുകൊണ്ട് ആ ഡ്രൈവർ അവിടെ നിന്നും ലോറിയും എടുത്തു പോയി. പിന്നെ ഞാനും അവിടെ നിന്ന് വീണ്ടും യാത്രയെ ആരംഭിച്ചു. പോകുമ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു, ഇന്ന് എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ആ വൃദ്ധനും ഒരു ആത്മാവായിരുന്നു. എന്തായാലും ഞാനിന്ന് ജീവിച്ചിരിക്കാൻ കാരണം ആ വൃദ്ധനായ മനുഷ്യനാണ്. പിന്നീട് ഒരിക്കലും ഒരു ഷോർട്ട് കട്ട് വഴി യാത്ര ചെയ്യാൻ ഞാൻ തുനിഞ്ഞില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കഥ. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും പുതിയ കഥയുമായി വരാം. ലവ് യു ഓൾ. ബൈ.